നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കറിയാം കർക്കിടക കഞ്ഞിനെ കുറിച്ചാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ കർക്കിടക കഞ്ഞി കഴിക്കുമ്പോൾ പല ആൾക്കാർക്കും പല സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. എപ്പോൾ കഴിക്കണം, ആർക്കൊക്കെ കഴിക്കാം, എങ്ങനെ കഴിക്കണം, നോൺ വെജ് കഴിക്കാമോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ കർക്കിടക കഞ്ഞി എങ്ങനെ നമുക്ക് വീട്ടിൽ വെക്കാം, എളുപ്പം നമുക്ക് ഈ കർക്കിടക കഞ്ഞി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ വില കൂടിയ കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ എല്ലാവർക്കൊക്കെ തയ്യാറാക്കുമ്പോൾ പലർക്കും അത് അഫോർഡബിൾ ആയിരിക്കില്ല. 7 ദിവസത്തേക്കും 14 ദിവസത്തേക്കും ഒക്കെ കിറ്റ് വാങ്ങിക്കാന്ന് പറയുമ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ചില ചേരുവകൾ നമുക്ക് എളുപ്പം ചേർത്തിട്ട് കർക്കിടക കഞ്ഞി തയ്യാറാക്കാനായിട്ട് പറ്റും. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കർക്കിടക കഞ്ഞിയുടെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കർക്കിടക മാസത്തിൽ ചെയ്തതാണ്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലും. പിന്നെ ഈ വീഡിയോയുടെ മേലെ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാം, അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോ ആ വീഡിയോ കണ്ടു നോക്കുക. അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതെല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ അത് കൂടാണ്ട് കുറച്ചും കൂടിയൊക്കെ നമ്മൾ ദ്രവ്യങ്ങള്, ദശപുഷ്പങ്ങളൊക്കെ ചേർത്തിട്ട് കർക്കിടക കഞ്ഞി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ട് മറ്റൊരു റെസിപ്പി ആയിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയുള്ള ഒരു വീഡിയോ നമുക്ക് കർക്കിടക മാസത്തില് മറ്റൊരു കഞ്ഞിയുടെ റെസിപ്പി കൂടിയായിട്ടും ചെയ്യാം. പിന്നെ മരുന്നുണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ചർച്ച ചെയ്യാം. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഹെൽത്ത് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കർക്കിടക മാസത്തില് എന്തിനാണ് ഈ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് കൊണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇത് കഴിക്കുന്നതെന്ന് എന്ന് ചോദിക്കുമ്പോൾ, ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം കുറച്ചൊന്ന് താരതമ്യേന പിന്നോട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദഹനശക്തി ഈ പറഞ്ഞ പോലെ താരതമ്യേന കുറയുന്ന ഒരു സമയമാണ്. നമ്മുടെ ദഹനശക്തി, അതായത് വിശപ്പ് കുറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ദഹനം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയും കുറയും. അപ്പോൾ നമ്മുടെ ഈ ദഹനം മെച്ചപ്പെടുത്താനും ദഹനം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധ കഞ്ഞിക്കൂട്ടാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഈ കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയിൽ പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഇത് ഉണ്ടാക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അത് ഓരോ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ ചില ചേരുവകൾ കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ പ്രധാനമായിട്ടും വേണ്ട ചില ചേരുവകളുണ്ട്. അതെന്തായാലും അതിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് പോയി കാണുക. ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ദ്രവ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ദഹനശക്തി മെച്ചപ്പെടുത്താനോ ലഘുവായിട്ടുള്ളത് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലൊക്കെയുള്ള ദ്രവ്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇത് എപ്പോൾ കഴിക്കണം എന്നുള്ളത്. കർക്കിടക കഞ്ഞി എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത്. അതിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. വൈകുന്നേരം എന്ന് പറയുമ്പോൾ പലപ്പോഴും രാത്രിയിൽ ആ ഒരു ഭക്ഷണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമ്മൾ കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 7 മണി, മാക്സിമം ഒരു 7:30, 8 മണിയുടെ മുന്നേ ആയിട്ട് നമ്മളത് കഴിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മുടെ രാത്രിയിലെ ഭക്ഷണം ഒത്തിരി വൈകിക്കാണ്ട് അത് നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ കർക്കിടക കഞ്ഞി രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടത്തെയോ ഒരു ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി എന്തുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കരുതെന്ന് പറയുന്നു. അപ്പൊ പലരും ആലോചിക്കുന്നുണ്ട്, അതെന്താ ഉച്ചയ്ക്ക് കഴിച്ചാല് കഞ്ഞി എന്തുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചൂടാന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ലഘുവായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഉച്ചയ്ക്ക് നമ്മുടെ ദഹനശക്തി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സമയമാണ്. താരതമ്യേന രാവിലെയും വൈകിട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ദഹനം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഉച്ച സമയം. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ആണല്ലോ, പെട്ടെന്ന് ദഹിച്ചു പോവാം. അപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് ദഹിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വിശക്കാനും ഗ്യാസ് കയറാനും അങ്ങനെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതൊരു ലഘുഭക്ഷണം. നമ്മൾ എപ്പോഴും ലഘുഭക്ഷണം കഴിക്കുന്നത് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമാണ്. അപ്പൊ അതിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട്, അതിന് പകരമായിട്ട് ഈ കർക്കിടക കഞ്ഞി കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ആർക്കൊക്കെ കഴിക്കാന്ന്, ശരിക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒന്നാണ് കർക്കിടക കഞ്ഞി. അതില് പ്രമേഹം ഉള്ളവര്, കൊളസ്ട്രോൾ ഉള്ളവര് എന്നൊക്കെ അസുഖങ്ങൾ ഉള്ളവർക്ക് നമുക്ക് മരുന്ന് കഞ്ഞിയില് മറ്റു ചില ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ കൂടി ചേർക്കാം. അവരുടെ അസുഖത്തിന് ഇപ്പം പ്രമേഹം ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതിൽ ബാർലി ചേർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള
ചില റീപ്ലേസ്മെന്റ് ഉണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിക്ക് പകരമായിട്ട് ഇങ്ങനെ നമ്മൾ ചില റീപ്ലേസ്മെന്റ്സ് ആയിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നത് ആ രോഗാവസ്ഥയിൽ ഗുണം ചെയ്യും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ അതുപോലെ പ്രമേഹം, കൊളസ്ട്രോൾ, BP അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ഔഷധ കഞ്ഞിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ഇനി ഇതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കാം. ഈ വാട്സപ്പ് നമ്പറിലാണെങ്കിലും നിങ്ങൾ കർക്കിടക കഞ്ഞിയെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇനി ഇത് കൂടാതെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്തുള്ള വീഡിയോയിൽ നിങ്ങളെ സംശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാം. ഇനി പലർക്കും ഉള്ള ഒരു സംശയമാണ് നോൺ വെജ്, മാംസാഹാരം ഈ കർക്കിടക മാസത്തിൽ കഴിക്കാമോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അതിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഒരു 7 ദിവസമെങ്കിലും നമ്മൾ അതൊന്ന് മാറ്റി നിൽക്കുകയാണ് എപ്പോഴും നല്ലത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ദഹനശക്തിയൊക്കെ കുറയുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. അപ്പോൾ ഈ ദഹനശക്തി ഒന്ന് മെച്ചപ്പെട്ട് വരാനായിട്ട് നമ്മൾ ശരീരത്തിന് നമ്മൾ കുറച്ചൊരു സമയം കൊടുക്കുക. ഒരു 7 ദിവസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് കർക്കിടകക്കഞ്ഞി കഴിച്ചു കഴിഞ്ഞിട്ട് 7 ദിവസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ നോൺ വെജ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇപ്പം സ്ഥിരമായിട്ട് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നമുക്കത് ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്താന്നുള്ളതാണ്. അപ്പൊ 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ദഹനമൊക്കെ ശരിയായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോൺ വെജ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പക്ഷെ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് കൂടി പ്രധാനമാണ്. അത് നമ്മളിപ്പോ ഈ കർക്കിടക കഞ്ഞിയുടെ കൂടെ നോൺ വെജ് എന്നല്ല ഒരു ആഹാരവും കൂടുതലായിട്ട് എണ്ണയിൽ പൊരിച്ചതോ വറുത്തതോ അങ്ങനെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഇതൊന്നും കഴിക്കാതിരിക്കുകയാണ് ഉത്തമം. അപ്പൊ നമ്മൾ ഈ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ അത് വേവിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സൂപ്പായിട്ടൊക്കെ കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ ഒരാഴ്ച ഒഴിവാക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇത് എത്ര നാള് മരുന്ന് കഞ്ഞി, ഔഷധ കഞ്ഞി കഴിക്കണം എന്നുള്ളതാണ്. അത് നമുക്കൊരു 7 ദിവസം, ഏറ്റവും കുറഞ്ഞത് 7 ദിവസം കഴിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7, 14, ഒരു മാസം വരെ, കർക്കിടക മാസം വരെ മൊത്തം കഴിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും നാള് നിങ്ങൾ അത് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ്. മിനിമം ഒരു 7 ദിവസമെങ്കിലും എല്ലാവരും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കർക്കിടക കഞ്ഞി എപ്പോ കഴിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ കർക്കിടക മാസത്തിന്റെ ആരംഭത്തിലാണ് കഴിച്ചു തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 3-4 ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് കർക്കിടക കഞ്ഞി കഴിച്ചു തുടങ്ങാം. പിന്നെയുള്ളൊരു ചോദ്യമാണ് കർക്കിടക കഞ്ഞിയുടെ കൂടെ നമുക്ക് എന്ത് കഴിക്കാം. കഞ്ഞി മാത്രമായിട്ട് കഴിക്കാന്ന് പറയുന്നത് പലർക്കും അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. അപ്പോ ആ കഞ്ഞിയുടെ കൂടെ നമുക്ക് കുറച്ച് സസ്യങ്ങൾ വേവിച്ചിട്ടുള്ള എന്താണ് പറയാ തോരൻ ഒക്കെ കഴിക്കാം. പിന്നെ കർക്കിടക കഞ്ഞിയിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നുള്ള തേങ്ങാപ്പാല് നല്ലതാണ്. തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് കർക്കിടക കഞ്ഞിയിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാല് ചേർക്കാം. ഇനി അതിന് തോരനായിട്ട് നമുക്കിപ്പം പപ്പായ തോരൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പയറ്, ചെറുപയറ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള തോരനുകളൊക്കെ സാധാരണയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഇതിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. അധികം എണ്ണ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ കൂടുതലായിട്ട് വഴറ്റാണ്ട് കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് ഇത് വേവിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെയുള്ള ഒരു കാര്യം, കർക്കിടക മാസത്തിൽ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കർക്കിടക കഞ്ഞി മാത്രം കഴിച്ചാൽ പോരാ. പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കർക്കിടക കഞ്ഞി കഴിച്ചു അതുകൊണ്ട് എല്ലാം ആയി എന്നല്ല. ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൂടെ ഉണ്ട്. നമ്മൾ ഈ പഥ്യം എന്ന് പറയില്ലേ, എന്താണ് പഥ്യം എന്ന് ചോദിച്ചാല് നമ്മൾ ഇതില് നമ്മുടെ ഭക്ഷണത്തിൽ മാത്രമല്ല പഥ്യം വരുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും പഥ്യം വരുന്നുണ്ട്. അപ്പൊ കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിയായിട്ടുള്ള ഉറക്കം ഒരു 7-8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഒത്തിരി എരിവ്, ഒത്തിരി പുളി, അതായത് അച്ചാറ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഒരുപാട് അച്ചാറ് അങ്ങനെ വറുത്ത ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ഓവർ ഈറ്റിംഗ്, വയറ് നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് കഴിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെയും വൈകിട്ടത്തെ ആഹാരം നേരത്തെ കഴിക്കുക. ഈ രാവിലെയും വൈകിട്ടും മാത്രമായിട്ട് കർക്കിടക കഞ്ഞി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോറൊക്കെ തന്നെ കഴിക്കാം. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ച് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ഉച്ച സമയമാണ്. അപ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ദഹനം ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെയുള്ളത് വ്യായാമത്തിനെ കുറിച്ചാണ്. ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. കർക്കിടക മാസത്തിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ആയാസകരമായിട്ട് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പുഷ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ വ്യായാമം ഒന്നും ചെയ്യേണ്ട. അതായത് ആദ്യമായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന ആളാണെങ്കിൽ പോലും വളരെ ലൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പം സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരുപാട് ഹൈ വെയിറ്റ്
സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ നമ്മളെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യാന്ന് പറയില്ലേ, ഒത്തിരി വെയിറ്റ്സ് എടുത്ത് കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് നിയന്ത്രിക്കുക. പിന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ട് അസുഖങ്ങൾ വരും. ഈ കർക്കിടക മാസത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ദോഷദുഷ്ടി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ വാതദോഷം കൂടുന്ന സമയമാണ്, അഗ്നിമാന്ദ്യം ദഹനശക്തി കുറയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ടും എല്ലാവരും വേണ്ട എല്ലാവിധ പ്രിക്കോഷൻസും സ്വീകരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.